നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പുതിയ പ്രതിപക്ഷ നേതാവിനെ പറ്റിയാണ്. അതായത് നേരത്തെ CM ചീഫ് മിനിസ്റ്ററായിരുന്ന ശ്രീ പിണറായി വിജയൻ, CPM-ന്റെ അനിശ്ചിത നേതാവ്, 81 വയസ്സായ പോളിറ്റ് ബ്യൂറോ മെമ്പർ. 81 വയസ്സെന്ന് ഞാൻ പറയാൻ കാരണം 75-ൽ പാർട്ടിയിലെ എല്ലാ സീനിയർ നേതാക്കളും ഒരു പൊസിഷനും എടുക്കാൻ പാടില്ല, ഒരു സ്ഥാനവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പാർട്ടി കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 81 എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ കേരളത്തിലെ CPM പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനോടുള്ള എല്ലാ വ്യക്തിപരമായ ബഹുമാനത്തോടുകൂടി പറയട്ടെ, ഇത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഇടതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വളരെ അടുത്ത് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ഡൽഹിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ആത്മഹത്യപരമായ തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഞാൻ ബംഗാളിൽ എൻ്റെ സുഹൃത്തുക്കൾ അവിടുത്തെ തോൽവിക്ക് ശേഷം CPM എടുക്കാതിരുന്ന ചില സ്റ്റെപ്പുകളെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം കേരളത്തിൽ ഇടതുപക്ഷം പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനും. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ചെറിയ താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. എനിക്കും വളരെ നിരാശാജനകമായ തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് പാർട്ടി ഈ പരാജയത്തിന് ശേഷം മാറാനുള്ള മാറ്റത്തിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായിരുന്നു, ഒരു സുവർണാവസരമായിരുന്നു ഈ പ്രതിപക്ഷ നേതൃത്വം ഒരു സിഗ്നൽ ചെയ്യുന്നതിന്. അതായത് പാർട്ടിയുടെ അണികളോടും അനുഭാവികളോടും അവരിൽ നിന്ന് തൽക്കാലം പിണങ്ങി UDF-ന് വോട്ട് ചെയ്ത ഇടതുപക്ഷ മനസ്സുള്ളവർക്കും ഞങ്ങൾ മാറാൻ സന്നദ്ധമാണ്, ഞങ്ങൾ മാറുകയാണ്, ഞങ്ങൾ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്, സ്വയം വിമർശനം നടത്തുകയാണ്, തെറ്റ് തിരുത്തുകയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വേറൊരാൾ വരണമായിരുന്നു എന്നാണ് ഞാൻ വ്യക്തിപരമായി അതിനെ കാണുന്നത്. ഇത് തികച്ചും ഞാൻ മനസ്സിലാക്കിയത് ഈ 2 ദിവസത്തെ സംസ്ഥാന സമ്മേളനവും അതിനു മുൻപ് 2 ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതിൽ പ്രത്യേകം ഊന്നി പറയുന്ന ഒരു കാര്യം, ഏകകണ്ഠമായിട്ടാണ് ഈ തീരുമാനം വന്നതെന്ന്. അതാണ് കൂടുതൽ നമ്മളെ അസ്വസ്ഥത ജനിപ്പിക്കുന്നത് നമ്മളിൽ. കാരണം വീണ്ടും പാർട്ടി കമ്മിറ്റികൾ ഏകശിലാ രൂപത്തിലാണോ ഈ പരാജയത്തിന്റെ നിമിഷത്തെയും കാണുന്നത് എങ്കിൽ അത് അതിനർത്ഥം നാം ഈ പരാജയത്തിൽ നിന്ന് അടിയന്തരമായി പഠിക്കേണ്ട പാഠം, അതായത് അത് നമ്മൾ പഠിച്ചിട്ടില്ല എന്നല്ലേ നാം ഇത് കാണിക്കുന്നത്. സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഏകകണ്ഠമായി, അതിനകത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ചില എതിർപ്പിന്റെ സൂചനകൾ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള സൂചനകൾ മാറ്റിവെച്ചാൽ, ഈ ഏകകണ്ഠ സ്വഭാവത്തിന്റെ അതിന്റെ ഒരു രാഷ്ട്രീയ അപകടം ഞാൻ മണക്കുന്നു. കാരണം ഒരു കാര്യം കൃത്യമാണ്, ഈ LDF-ന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണക്കാരനായിട്ട് സമൂഹവും പാർട്ടിയിലെ വലിയ ഒരു വിഭാഗം അനുഭാവികളും അണികളും കാണുന്നത് സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവും അതിന്റെ പോരായ്മകളും. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഏറ്റവും മാന്യമായി പറഞ്ഞാൽ, ഈ കാരണത്തിന്റെ കാരണഭൂതൻ, പണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ ഉപയോഗിച്ചിരുന്ന കാരണഭൂതൻ, കൈകുട്ടിക്കളിയിലെ കാരണഭൂതൻ, വാഴ്ത്താൻ ഉപയോഗിച്ച ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ പരാജയത്തിന്റെ കാരണഭൂതൻ ഒറ്റ നോട്ടത്തിൽ പ്രബുദ്ധമ ദൃഷ്ടിയ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. ഒന്ന് ചോദിച്ചോട്ടെ സാർ, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ അത് ഉറപ്പിക്കാൻ വേണ്ടി. അദ്ദേഹം കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മെയിൻ ഒരു മുദ്രാവാക്യം മറ്റാരുണ്ട് നിങ്ങളെ നയിക്കാൻ എന്ന് പറഞ്ഞ പിണറായിയുടെ ഫോട്ടോയാണ്.
മറ്റു പലരും ഉണ്ട് എന്ന് ജനം പറഞ്ഞു കഴിഞ്ഞു. അതും പ്രത്യേകിച്ച് പാർട്ടി അനുഭാവികൾ വളരെ വളരെ തിങ്ങിപ്പാർക്കുന്ന പയ്യന്നൂരും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും ഒക്കെ പറഞ്ഞു. എന്നിട്ടും ആ മെസ്സേജ് പാർട്ടി സെക്രട്ടേറിയറ്റിനോ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കോ കിട്ടുന്നില്ലെങ്കിൽ അതിൽ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പിണറായി പേടി? അതായത് ഞാൻ ഈ പറയുന്നത് പാർട്ടി, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ ഉള്ള ഒരു വാചകമുണ്ട്, പാർട്ടിയോട് ഉള്ളു തുറന്ന് പെരുമാറും. അതിൽ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നതാണ് പാർട്ടിയോട് നുണ പറയരുത്. നമ്മുടെ പാർട്ടി കമ്മിറ്റികളിൽ അതാത് ഘടകങ്ങളിൽ തങ്ങൾക്ക് പാർട്ടിക്ക് പറയാനുള്ളത് ഉള്ളു തുറന്നു പറയണം എന്നാണ് ഭരണഘടന പാർട്ടിയുടെ ആവശ്യപ്പെടുന്നത്. അത് ചെയ്യാൻ ഉയർന്ന തല കമ്മിറ്റികളിലെ സമിതികളിലെ സഖാക്കൾ തയ്യാറല്ലെങ്കിൽ ഈ പരാജയത്തിന്റെ മുഖ്യ ഉത്തരവാദിത്വമെങ്കിലും കൂട്ടായ ഉത്തരവാദിത്വമാണ് തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെപ്പിടി വിദ്യയാണ്. അത് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒഴിഞ്ഞുപോക്കാണ്. കാരണം താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണത്തിലും പ്രചരണത്തിലും ഒരുതരം, ഞാനത് വി എസ് അച്യുതാനന്ദന്റെ വ്യക്തി പ്രഭാവ സിദ്ധാന്തത്തിനെതിരായിട്ട് വളരെ ശക്തമായി പാർട്ടി CPM-ന്റെ പക്ഷത്ത് പിണറായി നയിക്കുന്ന പക്ഷത്ത് നിലയുറപ്പിച്ച് അതിന് കൊടുക്കേണ്ട വില കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം, വീണ്ടും ഈ വ്യക്തിപ്രഭാവ സിദ്ധാന്തത്തിന് പാർട്ടി ഇരയായിരിക്കുകയാണ്. വ്യക്തിപൂജ പാർട്ടിയിൽ ഉണ്ട്. ആ വ്യക്തിപൂജയാണ് ഈ സർക്കാരിലെ മുഖ്യമന്ത്രിയുടെ അപ്രമാദിത്വം. അതാണ് രാഷ്ട്രീയ അപ്രമാദിത്വം. പിണറായി വിജയന്റെ രാഷ്ട്രീയ അപ്രമാദിത്വം സർക്കാരിലും പാർട്ടിയിലും. ഇതായിരുന്നു ഈ പരാജയത്തിന്റെ ഒരു പ്രധാന കാരണമെന്ന് താങ്കൾ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇത് കാരണം ഞാൻ പറയുന്നത് ആയിരിക്കണം പാർട്ടിയുടെ കണ്ടെത്തൽ എന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടെത്തലിന്റെ ഒരു ഭാഗമെങ്കിലും ഇതില്ലെങ്കിൽ ഈ കണ്ടെത്തൽ അല്ലെങ്കിൽ അന്വേഷണം കപടമാണ്. അത് സ്വന്തം അന്വേഷണത്തിന്റെ ഫലങ്ങളെ ഭയപ്പെടുന്ന അന്വേഷണമാണ്. അത് പാടില്ല. ഏത് അന്വേഷണത്തിന്റെയും അന്തസത്ത അത് എവിടെ ചെന്ന് അത് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുന്നു, എന്തുത്തരം തരുന്നു, ആ ഉത്തരം കണ്ട് പേടിക്കരുത്. ഈ അന്വേഷണവും പാർട്ടിയുടെ സ്വയം വിമർശനവും എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പിണറായിയുടെ നേതൃത്വത്തിലെ പോരായ്മയാണ് ഈ പരാജയത്തിന് കാരണമെന്ന് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തിയാൽ അതാണ് ഉത്തരം കട്ടുന്നതെങ്കിൽ അത് കാണാൻ കഴിയണം, അത് സ്വീകരിക്കാൻ കഴിയണം, അതനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് പോലും ഈ അപ്രമാദിത്വത്തെ അംഗീകരിക്കുന്ന ഒരു മനസ്ഥിതി, നമ്മൾ പണ്ട് പറഞ്ഞ പിണറായി പേടി, നമ്മൾ വീണ്ടും പഴയ ഒരു ചർച്ചയിൽ പറഞ്ഞ് ഇനിയും പിണറായി പേടി പാർട്ടിയുടെ ഉന്നത സമിതികളിൽ വിട്ടുമാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പാർട്ടിയെ വീണ്ടും അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഇതാണ് അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നം. താങ്കൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, എത്രത്തോളം ഇന്നത്തെ അവസ്ഥയിൽ ഈ ചെറിയ ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവായി എങ്ങനെ പറയും? അതിൽ താങ്കൾ പറയുന്ന ആരോഗ്യകരമായ കാരണങ്ങളുണ്ട്. പക്ഷെ ഇതിന് പ്രായമേറിയ VS അച്യുതാനന്ദൻ കേരളം ഭരിച്ചിട്ടുണ്ട്, കേരളത്തെ പ്രതിപക്ഷത്തെ നയിച്ചിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഈ പറയുന്ന പോലെ VS-ന്റെ പോലെയുള്ള ഒരു ആരോഗ്യ സ്ഥിതിയല്ല പിണറായി വിജയന്. അത് അദ്ദേഹം ഞാൻ പറയുന്നത്, ഞാൻ ഈ പദവിയിൽ ഇരിക്കുന്നതിന് നിന്ന് ഞാൻ ആ ചുമതല ഏൽക്കുന്നതിന് ഞാൻ പ്രാപ്തനല്ല എന്ന് പറയേണ്ടിയിരുന്ന പിണറായി വിജയനാണ്. പാർട്ടിയെയും കേരളത്തെയും സ്നേഹിക്കുന്ന ഒരു പിണറായി വിജയനാണെങ്കിൽ അദ്ദേഹം അതാണ് പറയുക. കാരണം എൻ്റെ ആരോഗ്യം, എൻ്റെ പ്രായം, എൻ്റെ സ്ഥാനം, ഇപ്പോൾ ഇതിന് പറയുന്ന ന്യായം സീനിയോറിറ്റി. പാർട്ടിയിലെ PB അംഗമുള്ളപ്പോൾ ഇത് വെറും യാന്ത്രികവും ശ്രേണിബദ്ധവുമായ ഒരു സ്റ്റാലിനിസ്റ്റ് പാർട്ടി സംവിധാനത്തിന്റെ അതേ രൂപത്തിലാണ് ഇപ്പോഴും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്ഭുതം. ഇത് വളരെ എങ്ങനെ ഞാൻ പ്രത്യേകിച്ച് അത് കേട്ടപ്പോഴാണ് എനിക്ക് അത്ഭുതം ഉണ്ടായത്. PB അംഗം എന്ന് പറയുമ്പോൾ ഇവിടെ 25-ന് ശേഷം PB-യിലെ മെമ്പർമാരല്ലാതായ പ്രകാശ് കാരട്ടും ബൃന്ദ കാരട്ടും ഒക്കെ ഡൽഹിയിലുണ്ട്. അവരൊക്കെ ഇൻവൈറ്റീസ് ആണ്. അവർ 25 കഴിഞ്ഞു, 80 ആയിട്ടില്ല. എന്നിട്ട് പോലും അവർ വെളിയിൽ നിൽക്കുന്നു.
പ്രകാശ് കാരാട്ട് പ്രൈവറ്റ് സംഭാഷണങ്ങൾ പറയാനുണ്ട്, ഞാൻ ചെയ്ത ഒരു സംഗതി പാർട്ടി എന്നും ഓർമ്മിക്കാൻ പോകുന്നത് 75-ൽ സീനിയർ പാർട്ടി നേതാക്കൾ വിട്ടുപോകണം, സ്ഥാനമാനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്നതാണെന്ന് അദ്ദേഹം പ്രൈവറ്റായിട്ട് പറയാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ PB മെമ്പർ എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രി. അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ ഒരു ബിംബവൽക്കരിച്ചിരിക്കുകയാണ്. അദ്ദേഹം അനിവാര്യമാണ് പാർട്ടിക്ക്. അങ്ങനെ ഒരു വ്യക്തി അനിവാര്യമാണ് പാർട്ടിക്ക് എന്ന് വരുന്നത് പാർട്ടിയുടെ ഇല്ലായ്മയാണ് കാണിക്കുന്നത്, പാർട്ടിയുടെ പോരായ്മയാണ് കാണിക്കുന്നത്, പാർട്ടിയുടെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. അങ്ങനെ ആരും അനിവാര്യമല്ല പാർട്ടിയിൽ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് MV രാഘവൻ പോയപ്പോഴും KR ഗൗരി പോയപ്പോഴും എല്ലാം ആദ്യകാലം മുതൽ ജോഷി പോയപ്പോഴും PC ജോഷി പോയപ്പോൾ മുതൽ BTR മാറ്റിയപ്പോൾ മുതൽ ഒക്കെ പറഞ്ഞത് ആരും അനിവാര്യമല്ല. തലയ്ക്ക് മീതെ കെട്ടിടത്തിന് പുരയ്ക്ക് മീതെ വീഴുന്ന ചായുന്ന മരത്തെ വെട്ടിമാറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഒരു അച്ചടക്ക ബോധത്തിൽ നിന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ പല അപകടങ്ങളുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലനുസരിച്ച് ഒരു ജനാധിപത്യ കമ്മിയുണ്ട്. ആ ജനാധിപത്യ കമ്മി ഇത്തരം ഒരു പരാജയത്തിന്റെ നിമിഷത്തിൽ പോലും ഒരു ഉൾപാർട്ടി ചർച്ചയിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് അത് വളരെ ഈ പരാജയത്തിന്റെ മൂല കാരണങ്ങളിലേക്കാണ് വീണ്ടും നമ്മളെ കൊണ്ടുപോകുന്നത്. സോവിയറ്റ് യൂണിയന്റെ പരാജയം മുതൽ സോഷ്യലിസത്തിന്റെ ആഗോള പരാജയവുമായി ഇത് നമ്മൾ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ CPM-ൽ ഇപ്പോഴും തുടരുന്ന പിണറായിയുടെ അപ്രമാദിത്വം കാണിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ ജനാധിപത്യ കമ്മിയിൽ നിന്ന് ഇപ്പോഴും മോചനം ലഭിച്ചിട്ടില്ല. അത് കേരളത്തെ പോലെ ബഹുജന അടിത്തറയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം അത് വിനാശകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രവും അതാണ് പറയുന്നത്, ഇന്നത്തെ വർത്തമാനവും അതാണ് പറയുന്നത്.